നമ്മുടെ ഈ ചാനൽ കാണുന്ന പുതിയ സുഹൃത്തുക്കൾ ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്താൽ വളരെ ഉപകാരമായിരിക്കും. നമസ്കാരം. പാകിസ്ഥാനിലെ അശാന്തമായ അതിർത്തി പ്രദേശങ്ങളിൽ നിന്ന് വീണ്ടും ചോര മണക്കുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. ഖൈബർ പഖ്തൂൺഖ്വ പ്രവിശ്യയിലെ ബാജൌർ ജില്ലയിൽ പാക് സൈനിക കേന്ദ്രത്തിന് നേരെയുണ്ടായ ചാവേർ ആക്രമണത്തിൽ 18 സൈനികർ കൊല്ലപ്പെട്ടു. തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ അഥവാ TTP നടത്തിയ ഈ ആക്രമണം സമീപകാലത്ത് പാക് സൈന്യത്തിന് നേരെയുണ്ടായ ഏറ്റവും വലിയ പ്രഹരങ്ങളിലൊന്നാണ്. എന്താണ് ബാജൌറിൽ സംഭവിച്ചത്? ആരാണ് ഇതിന് പിന്നിൽ? നമുക്ക് വിശദമായി പരിശോധിക്കാം. ബാജൌറിലെ ദമങ്കി സ്കൗട്ട്സ് ബേസ് ലക്ഷ്യമിട്ടായിരുന്നു ഈ ക്രൂരമായ ആക്രമണം. അതിർത്തി രക്ഷാസേനയുടെ ഭാഗമായ പാരാ മിലിറ്ററി വിഭാഗമാണ് ദമങ്കി സ്കൗട്ട്സ്. റിപ്പോർട്ടുകൾ പ്രകാരം സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനം സൈനിക കേന്ദ്രത്തിന്റെ പ്രധാന കവാടത്തിലേക്ക് ഇടിച്ചു കയറ്റിയാണ് ചാവേർ ആക്രമണം നടത്തിയത്. സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ കെട്ടിടത്തിന്റെ ഒരു ഭാഗം തകരുകയും ഉള്ളിലുണ്ടായിരുന്ന സൈനികർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. 18 സൈനികരുടെ മരണം അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. സ്ഫോടനത്തിന് പിന്നാലെ ഭീകരവാദികൾ സൈനിക കേന്ദ്രത്തിന് നേരെ വെടിവെപ്പ് നടത്തിയതായും വിവരമുണ്ട്. പരിക്കേറ്റ പലരുടെയും നില അതീവ ഗുരുതരമായി തുടരുന്നതിനാൽ മരണസംഖ്യ ഇനിയും ഉയരാൻ സാധ്യതയുണ്ടെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം തെഹ്രീക്ക് താലിബാൻ പാകിസ്ഥാൻ ഏറ്റെടുത്തു കഴിഞ്ഞു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി പാകിസ്ഥാനിൽ TTP തങ്ങളുടെ സ്വാധീനം ശക്തമാക്കുകയാണ്. അഫ്ഗാൻ താലിബാനുമായി അടുത്ത ബന്ധമുള്ള ഈ സംഘടന പാകിസ്ഥാനിൽ ശരിയത്ത് നിയമം നടപ്പിലാക്കണമെന്നും ഗോത്ര മേഖലകളിൽ നിന്ന് സൈന്യം പിന്മാറണമെന്നുമാണ് ആവശ്യപ്പെടുന്നത്. 2022 സർക്കാരുമായുള്ള വെടിനിർത്തൽ കരാർ ലംഘിച്ചതിന് ശേഷം TTP തങ്ങളുടെ ആക്രമണങ്ങളുടെ തീവ്രത വർദ്ധിപ്പിച്ചു. പ്രത്യേകിച്ച് ഖൈബർ പഖ്തൂൺഖ്വ, ബലൂചിസ്ഥാൻ എന്നീ പ്രവിശ്യകൾ ഭീകരവാദികളുടെ പ്രധാന ലക്ഷ്യമായി മാറിയിരിക്കുകയാണ്. ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ പ്രകാരം അതിർത്തിക്കപ്പുറം അഫ്ഗാനിസ്ഥാനിലെ ഒളിത്താവളങ്ങൾ കേന്ദ്രീകരിച്ചാണ് TTP ഇത്തരം ഓപ്പറേഷനുകൾ ആസൂത്രണം ചെയ്യുന്നത്. ഈ ആക്രമണം പാകിസ്ഥാന്റെ ആഭ്യന്തര സുരക്ഷാ നയങ്ങളെ വീണ്ടും ചോദ്യം ചെയ്യുകയാണ്. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം TTPക്ക് അഭയം നൽകുന്നുവെന്ന ആരോപണം പാകിസ്ഥാൻ നിരന്തരം ഉന്നയിക്കാറുണ്ട്. എന്നാൽ അഫ്ഗാനിസ്ഥാൻ ഇത് എപ്പോഴും നിഷേധിക്കുകയും ചെയ്യും. ഈ സംഭവം പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെ കൂടുതൽ വഷളാക്കാൻ സാധ്യതയുണ്ട്. ആഭ്യന്തരമായി ഷഹബാസ് ഷെരീഫ് സർക്കാരിന് മേൽ വലിയ സമ്മർദ്ദമാണ് ഇപ്പോൾ രൂപപ്പെടുന്നത്. സാമ്പത്തിക പ്രതിസന്ധിയിൽ ഉഴലുന്ന പാകിസ്ഥാന് ഇത്തരം വൻകിട ഭീകരാക്രമണങ്ങൾ തടയാൻ ആവശ്യമായ വിഭവങ്ങൾ കണ്ടെത്തുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്. ഈ ദുരന്തം ഓർമ്മിപ്പിക്കുന്നത് ഒന്ന് മാത്രമാണ്: തോക്കിൻ മുനയിൽ സമാധാനം കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ പാകിസ്ഥാനിൽ ഇനിയും ലക്ഷ്യം കണ്ടില്ല. കൊല്ലപ്പെട്ട സൈനികരുടെ കുടുംബങ്ങൾക്ക് ഇത് വലിയ നഷ്ടമാണ്. വരും ദിവസങ്ങളിൽ പാക് സൈന്യം ശക്തമായ തിരിച്ചടി നൽകാൻ സാധ്യതയുണ്ടെങ്കിലും ഭീകരവാദമെന്ന വിപത്തിനെ വേരോടെ പിഴുതെറിയാൻ ആ രാജ്യത്തിന് ഇനിയും ഏറെ ദൂരം സഞ്ചരിക്കേണ്ടി വരും. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി. മറക്കാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.